ഇത് മൊത്തം ഈ 2 ഏക്കറിൽ മുടക്കിയ പൈസ ഫുള്ളും ഈ വെണ്ടേന്ന് പോരും. കപ്പോടെ ഫ്രീ ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടി. അത്രയും സ്ഥലം ഒരു ഉറുപ്പ് മുടക്കില്ലാത്ത കപ്പായിട്ടാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നത്. ഈ വെണ്ട കൊണ്ട് തന്നെ അതിന്റെ എല്ലാ മുടക്കും പോകുന്നു. ഈ പ്രാവശ്യം ആണെങ്കിൽ ഭയങ്കര വിലയാണ്, 50-55 ഒക്കെയാണ് വെണ്ടക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് മറികടന്ന് നമ്മൾ മുടക്കിയതിന്റെ അത്രയും കൂടി പൈസ പതിന്ന് പോരുന്നത് എനിക്ക് മനസ്സിലായത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ധന്യ. സേഫ് ടൂർ കൃഷിക്കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അസംകുട്ടിയാക്കയാണ്, മലപ്പുറം ജില്ലയിൽ പെരുവള്ളൂർ പഞ്ചായത്ത് പരിധിയിൽപ്പെട്ടിട്ടുള്ള അസംകുട്ടിയാക്ക. അപ്പൊ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങളിൽ പലവരും ആലോചിച്ചിട്ടുണ്ടാവും, ഇത് എന്താ ഈ വെണ്ട കൃഷിക്ക് ഇങ്ങനെ അകലം കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോ ഇതിന്റെ ഇടയിൽ വെണ്ട കൃഷി മാത്രമൊന്നും അല്ല കേട്ടോ, നമ്മുടെ മരച്ചീനിയൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും അതിന്റെ വിശേഷങ്ങൾ കൂടുതലായിട്ട് നമുക്ക് അസംകുട്ടിയാക്കനോട് തന്നെ ചോദിച്ചറിയണം. അസംകുട്ടിയാക്ക നമസ്കാരം. നമസ്കാരം. എന്താണ് പിന്നെ ഇത് വെണ്ട കൃഷി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു 25 സെന്റിൽ ഒരു ടെസ്റ്റ് നടത്തി. കപ്പന്റെ ഇടയിൽ വെണ്ട കൃഷി ഇടവിളായിട്ട് വെണ്ട കൃഷി ചെയ്തപ്പോൾ നമ്മൾ 100% അതിൽ വിജയിച്ചു. കാരണം ആ 25 സെന്റില് നമ്മൾ ചെലവാക്കിയ പൈസയിൽ ഏറെ പൈസ വെണ്ട നമുക്ക് പറിക്കാൻ കിട്ടി. അങ്ങനെ വന്നപ്പോ ഈ പ്രാവശ്യം 2 ഏക്കർ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. 2 ഏക്കർ കപ്പന്റെ ഇടയിൽ വെണ്ട കൃഷി ചെയ്താണ്. വിളവെടുപ്പിന്റെ സമയമാണ്. കപ്പയുടെ ഇടയിലാണോ വേണ്ട? ഇപ്പൊ കണ്ടാല് വെണ്ടന്റെ ഇടയിൽ കപ്പയാണെന്ന് തോന്നുള്ളൂ. പക്ഷെ നമ്മളിപ്പോ ഇതൊരു ഒരു മാസം കൊണ്ട് ഇത് വിളവെടുപ്പ് തീർന്നാൽ അപ്പൊ നമ്മൾ ഈ മരം ചെയ്യും, ഈ കടക്ക് വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും. ഇതിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് ഈ മരം ഫുള്ളുണ്ട് ഒഴിവാക്കുമ്പോ അപ്പോഴാണ് എന്നെ കാണുന്നത് വെച്ചാല് ഇത് വെണ്ടന്റെ മരമാണ് പറിച്ച് ഒഴിവാക്കുമ്പോഴാണ് കപ്പ എന്ന് കാണുള്ളൂ. എന്നിട്ടൊരു വളം ചെയ്ത് കാണും, ചെറിയൊരു നനയാണ് നനച്ചു കൊടുത്താല് നമുക്കിപ്പോ കഴിഞ്ഞ പ്രാവശ്യം സാധാരണ നമ്മള് കപ്പ മാത്രം ഉണ്ടാക്കിയ സ്ഥലത്തിൽ ഏറെ വിളവ് കപ്പക്ക് വെണ്ടന്റെ ഇടയിൽ ഉണ്ടാക്കിയിട്ട് കിട്ടി. എന്താ വെച്ചാൽ 1-2 വളം നമ്മൾ ഇതിന് ചെയ്യും. പിന്നെ നാടൻ വളം ചേർത്ത് കൊടുക്കുമ്പോ നമ്മള് ഈ വെണ്ടക്ക് മാത്രം ഇങ്ങനെ ഒരു 2 തറന്റെ ക്യാപ്പിലേക്ക് ഇങ്ങനെ 2 കൂട്ടിയിട്ട് ഇടുന്ന 2 പിടുത്തം വളം നമ്മള് ഈ ക്യാപ്പിലേക്ക് അന്നിട്ട് കൊടുക്കും, വെണ്ടക്ക് മാത്രം. ഇതിൽ വെണ്ട വളർന്ന് പോന്നാലും പിന്നെ ഈ കപ്പക്ക് പിടിച്ചെടുക്കാനുള്ള വളം അവിടെ ബാക്കിണ്ടാവും. അങ്ങനെ നോക്കുമ്പോ നമ്മളിപ്പോ നമ്മൾ ഇവിടുന്ന് പറി തുടങ്ങിയതാ 5ാമത്തെ ഇല 4ാമത്തെ ഇലന്റെ ഈ സമയം ഇവിടുന്ന് പറി തുടങ്ങിയത്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 കായപ്പോ നമ്മൾ ഒരു മരത്തുമെന്ന് പറിച്ചു. ഇനിതാ എങ്ങനെയായാലും 15-20 വരെ ഇതുവരെ പോകും. 20 കായ വരെ ഇഞ്ഞ് പറിക്കും. 15 കായപ്പോ പറിച്ചു. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ 50 രൂപ 55 രൂപ വിലയും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മൾ മുടക്കേണ്ട ഇരട്ടി പൈസ അപ്പൊ ഈ വണ്ടമെന്ന് മാത്രം കിട്ടും. കപ്പ ഇവിടെ ഫ്രീ ആവും. അപ്പൊ ശരിക്കും ഈ കപ്പാലയും മരച്ചീനി വിളവെടുക്കുമ്പോ പലപ്പോഴും ചിലപ്പോ ഭാഗ്യം പോലെ വില കിട്ടും, ചിലപ്പോ വില കിട്ടാതെ ഇരിക്കുക. അപ്പൊ എന്തായാലും ഇങ്ങനെ പൈസ പോരുകയാണെങ്കിൽ നമുക്ക് ഇനി കപ്പയ്ക്ക് എന്തായാലും നമുക്കൊരു റിസ്ക് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഇല്ലാതെ നമുക്ക് ഇരിക്കാം. 7 മണിക്ക് പറി തുടങ്ങിയാൽ ഒരു 10 മണിയാകുമ്പോത്തിന് തീരും. ഈ 2 ഏക്കർ ഞങ്ങൾ പറിക്കും. 200 കിലോ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കണം 1.5 അതൊന്നും പോരാ കണക്കിന്. ആ കമ്പടത്തുമ്പോ കായ വരുന്നുള്ളൂ. ഈ കമ്പടം കൂടെ കായ വരുമ്പോഴാണ് നമുക്ക് തൂക്കം ജാസ്തി വരുന്നത്. അപ്പൊ ഇതുമെന്ന് ഇപ്പൊ കായ ഫസ്റ്റിലെ കായാണ് നമ്മൾ ഈ കമ്പടത്തുമ്പോ പറിക്കുന്നത്. കുറച്ച് ചെറിയ കായ കാരണം നേരിട്ടുള്ള തണ്ടുമലത്ത് ഇങ്ങനെ വലുതാവും, കമ്പടത്തുമലത്ത് കുറച്ച് ചെറുതാവും. എന്നാലും കമ്പടത്തുമല കായ വരുമ്പോഴാണ് നമുക്ക് ഇപ്പൊ ഈ ഒരു ഏകദേശം 300 വരെ ഈ 2 ഏക്കറിൽ നമുക്ക് പറിക്കാൻ കിട്ടും തോന്നുന്നുണ്ട്. ഇപ്പൊ 200 കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. തെറ്റില്ലാത്തൊരു. അപ്പൊ എന്തായാലും ഈ വർഷം ഈ ഒരു സമയത്ത് നമ്മളുടെ നവംബർ ലാസ്റ്റോട് കൂടി വെണ്ടയ്ക്ക് എങ്ങുമില്ലാത്തൊരു വിലയ്ക്കാണ് 50-55 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫുള്ളും പിന്നെ കപ്പന്റെ അടി തന്നെ, വെണ്ട മാത്രം എവിടെയില്ല, ഫുള്ള് കപ്പയാണ്. പക്ഷെ നമ്മളിത് ഈ തോട്ടത്തിലേക്ക് ഇറങ്ങി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തോന്നാം, അയ്യോ ഇതെന്താ ഈ വെണ്ട കൃഷിക്ക് ഇത്രയും അകലം കൊടുത്തിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. അത് ഇതാണ് കപ്പന്റെ അടിയിലാണ്. ഒരു മീറ്ററിന്റെ 1.25 മീറ്റർ ഉണ്ടാവും ഒരു വെണ്ട മറ്റേ വെണ്ടമേലേക്ക്. അതിന്റെ ഇടയിലാണ് ഒരു കപ്പ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ വെണ്ട പോയതിന്റെ ശേഷം ഈ 1.25 മീറ്റർ ഈ 2 കപ്പേറ്റ് ഉണ്ടാവും. ഈ 2 കപ്പേറ്റ് 1.25 മീറ്ററിന് പറ്റും. അപ്പൊ നല്ല വിടുതിയും കിട്ടും. ഈ കപ്പ ഇനിയിപ്പോ നമ്മൾ സാധാ കപ്പ മാത്രം ഉണ്ടാക്കിയ ഏരിയനെക്കാളും നമുക്ക് ഇതുമേല് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കഴിയുണ്ടായി. അത് നമ്മള് ഈ വാഴയുടെ ഇടയിൽ ഇടവേള കൊടുക്കുന്ന വാഴകളാണ് പെട്ടെന്ന് വലുതാവുക എന്ന് പറയുന്നത് പോലെ തന്നെ ഈ കപ്പയിലും അതുപോലെ തന്നെയാണ്. ഇടവേള കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടവേള കൊടുക്കുന്നത് ഈ അകലം കൊടുത്താല് ഇടവേള നല്ലതാണ്. അതോടൊപ്പം നല്ല രീതിയിൽ വളവും കൊടുക്കണം. വളം കൊടുക്കണം. ഇതേമാതിരി പോറ്റണം. ഒറ്റ പുല്ലുണ്ടാവില്ല. നമ്മളെ സൈറ്റ് എല്ലാം ക്ലിയർ ആക്കി വെച്ചാണ്, ഫുള്ളും എല്ലാം വൃത്തിയാക്കി വെച്ചാണ്. എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോഴേ എല്ലാ വളയും ഉണ്ടാവുള്ളൂ. മറ്റേ പുല്ല് എന്ന് പറഞ്ഞാല് വെണ്ടായാലും മറ്റേ കപ്പായാലും ഒന്നും ഉണ്ടാവില്ല. ഇതിപ്പോ പറഞ്ഞ പോലെ നമുക്ക് ഇലയിട്ടുണ്ടാന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. നമ്മുടെ അസംകുട്ടിയാക്കയുടെ തോട്ടം അത്രയും ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിത് ഡെയിലി പറിക്കണോ? ഡെയിലി പറിക്കാൻ കഴിയൂല. ഡെയിലി ഇതിന്റെ ഉള്ളിൽ നടന്നാലും നമുക്ക് പിന്നെ പണിയെടുക്കാൻ കഴിയില്ല. എന്ത് ചെയ്യാ, 1.5 കണ്ട പറിക്കാം. ഇപ്പൊ ഇന്ന് രാവിലെ പറിച്ച് നാളല്ല മറ്റന്നാൾ രാവിലെ ഈ സമയത്ത് ഞങ്ങൾ വരും. അപ്പൊ കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഈ മൂപ്പും കൂടില്ല. ഈ വലിപ്പത്തിനൊരു കുഴപ്പമില്ല. ഈ വലിപ്പം വരിക. ജാനിയാണ് ഇത് വിത്ത്. ജാനി പിന്നെ അങ്ങനെ പെട്ടെന്നാണ് വളർന്ന് മൂപ്പ് കയറിക്കാണ്ടാണ്ട് ചപ്പ ആകണില്ല. പിന്നെ മാത്രമല്ല ഇത് മേല് തട്ടണേന് നല്ല അത്ര വലിയൊരു ഓരം കൊടുക്കണില്ല.
അപ്പൊ ഞങ്ങളിപ്പോ 10 പറി പറിച്ചു അറിഞ്ഞില്ലേ. ഈ കൈമര് ഇടുന്ന വിരലുമരുന്ന ഈ ഗ്ലൗസ് 1-2 വിരലിന് മാത്രമേ ഉള്ളൂ. ഫുള്ള് കവർ ഇട്ടുകൊണ്ടൊന്നുമല്ല ഇപ്പൊ ഞങ്ങൾ ഇതിൽ നടക്കുന്നത്. അന്ന് ഞാൻ ഒരു ഒരള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഞങ്ങൾ 3 ആളും കൂടെ 7 മണിക്ക് തുടങ്ങിയാൽ 10 മണിയാകുമ്പോഴത്തേന് ഈ 2 കിൻഡല് 200 കിലോ 200-300 കിലോ വരെ വെണ്ട പറിക്കും. അപ്പൊ ഈ 2 കൈമ മാത്രം ഇട്ടാ മതിയോ ചൊറിച്ചിലിന്? ഈ 2 വിരലാണ് കാര്യമായിട്ട് നമ്മൾ ഈ വെണ്ടമ്മലും മരത്തുമ്മലും തട്ടുക. ഈ 2 വിരല്, ഈ 2 വിരലിന് മാത്രം ഇട്ടാൽ തന്നെ ഇപ്പൊ ഇത് 10 പറി പറിച്ചിട്ട് പിന്നെ കുറച്ചൊക്കെ തട്ടിക്കണതാ ഇതാ ഇങ്ങനെ വരും. പ്രശ്നമില്ല. ഈ 2 വിരല് മുറിയാവും. ഇത് നേരിട്ട് തട്ടിച്ചാല് അയിമല് മുറിയാവും 10 പറിയൊക്കെ പറിക്കുമ്പോ കുഴപ്പമില്ല. ഗ്ലൗസ് ഒന്നും ഫുള്ള് വേണമെന്നൊന്നുമില്ല. ഈ വിത്തിനിട്ടാ മറ്റേ വിത്തിനൊക്കെ വേണ്ടി വരും. ഈ സാമ്രാട്ടൊക്കെ ഭയങ്കര വരാണ്. ഇലമലും മുള്ളുണ്ടാവും. ഇതിന് ഇങ്ങനെ ഇത് കാണുന്നുണ്ട്. മാത്രമല്ല പറിച്ച് കൂട്ടിയോടത്തേക്ക് നമുക്ക് പോകുമ്പോ കാണാം ഡാമേജ് വളരെ കുറവാണ് ഈ വിത്തിന്. വിത്ത് വാങ്ങുമ്പോ നമുക്ക് കുറച്ച് വില ആവും. 700 ചില്ലറ റുപ്യൊക്കെ 100 ഗ്രാമിന് കൊടുക്കണം. മറ്റേ ഇപ്പൊ 200 ചില്ലറ റുപ്യ കിട്ടും. പക്ഷെ എന്താ വെച്ചാല് ഇത് പറിക്കുമ്പോ നമുക്ക് മുതലാവും. അത് ഇപ്പൊ ഒരു 100 കിലോ നമ്മൾ പറിച്ചാല് 2 കിലോ തെരുവുണ്ടാവില്ല. അപ്പൊ നമുക്ക് പറിച്ച് കൂട്ടിയോടത്ത് പോകുമ്പോ കാണാം. അപ്പൊ എന്തായാലും 400 രൂപ കൂടുതൽ കണ്ടിട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അത്രയും ചൊറിച്ചിലും കുറവ്, ഡാമേജ് കുറവ്. പിന്നെ എങ്ങനെ ആയാലും ഒരു 6 പറി മറ്റേന്ന് അപേക്ഷിച്ച് കിട്ടും. ഇതിപ്പോ ഇലൊക്കെ പോയതിന് ശേഷം ഈ തണ്ട് മാത്രം ഇല ഇല്ലാതെ മേപ്പിട്ടൊരു പോക്ക്. ഇതാ ഈ കുത്തി കൂടിക്കണ ഈ പൂവുകൾ ഇതാ ഇതൊക്കെ ഇല ഇല്ലാതെയാണ് ഇനി വരിക. അവിടെ ഇല ഉണ്ടാവില്ല. ഒരു കാല് മാത്രം പോയിട്ട് അയിമന്ന് അങ്ങനെ കായ്ച്ചുകൊണ്ടേ നിൽക്കും ഈ വിത്ത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ടെസ്റ്റ് ചെയ്താ 25 സെന്റ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഈ പ്രാവശ്യം ഏകദേശം 2 ഏക്കറോളം ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കിയോക്കെ ഈ ജാനി വിത്തിന്റെ ഒരു പ്രത്യേകത നോക്കിയേ, ഈ താഴെ മാത്രമേ ഇല ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഇങ്ങനെ മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല ഇല്ലാതെയും കായ്ച്ചോണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങനെ ഉണ്ടാവും വേണ്ട ഡാമേജ് ഇതിൽ വരില്ല. ഇത് നമുക്ക് പറിച്ചു കൂട്ടിയെടുത്ത് അവിടെ താർപ്പായിൽ പറിച്ചു കൂട്ടിയിട്ടുണ്ട്. അവിടേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം ഡാമേജ് ഇതിൽ വരില്ല. ഈ വിത്തിന്റെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കി കൊടുത്തു. പിന്നെ നല്ല പ്രതിരോധ ശേഷി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ഇതുവരെ ഈ പ്രായം വരെ നമ്മൾ ഒരു മരുന്ന് അടിച്ചിട്ടില്ല. ഒരു മരുന്ന് അടിച്ചിട്ടില്ല. കീടനാശിനി ഇതിൽ ഉപയോഗിച്ചിട്ടല്ലേ ഇതുവരെ ഒരു രോഗം വന്നിട്ടില്ല. അപ്പൊ കുറച്ച് പ്രതിരോധ ശക്തി ഉള്ള വിത്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. വിത്ത് വാങ്ങുമ്പോൾ എല്ലാ കർഷകരും നല്ല വിത്തിനെ തിരഞ്ഞെടുക്കുന്നത് നന്നാകാന്ന് എനിക്ക് പറയാനുള്ളത്. നല്ല അകലമുള്ളത് കൊണ്ട് തന്നെ അധികം നല്ല സൂര്യപ്രകാശം കിട്ടുന്നുണ്ട്. കീടങ്ങൾ കുറവാണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ബാലൻസ് ചെയ്തിട്ടുള്ള വളപ്രയോഗം തന്നെയാണ്. അസംകുട്ടിയൊക്കെ കൃത്യമായിട്ട് എന്ത് വളം ചെയ്യുമ്പോഴും പൊട്ടാഷ്യത്തിരി കൂട്ടി തന്നെയാണ് വളങ്ങൾ കൊടുക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ചെടിക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് കീടനാശിനികൾ മാത്രം ഉപയോഗിച്ചാൽ മതി. എന്നാൽ ഇതിൽ തീരെ ഉപയോഗിച്ചിട്ടില്ല. നമ്മളുടെ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന വെണ്ടയും ഈ വെണ്ടയും തമ്മിൽ എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ടോ? ഇതാണ് കേട്ടോ ശരിക്കുമുള്ള നാടൻ വെണ്ട. അത് മാത്രമല്ല ഒരു കീടനാശിനി പോലും അടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അടിച്ചിട്ടില്ല. ഇതുവരെ ഒന്നും അടിച്ചിട്ടില്ല. അടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഒന്നാമത് ഇത് മരട് തമ്മിൽ നല്ല അകലം കൊടുത്തതും ഫസ്റ്റ് നമ്മൾ നാടൻ വളർത്തുമ്പോൾ കൊണ്ടുവന്നിട്ട് 50 ദിവസം വരെ ഈ വെണ്ടന്റെ മരം നാടൻ വളർത്തുമ്പോൾ തന്നെ കൊണ്ടുവന്നതിന് ശേഷം പിന്നെ വളം ചെയ്യുകയാണെങ്കിൽ വല്ലാതെ പട്ടാളിപ്പൊന്നും വരില്ല. നല്ല അത്യാവശ്യമുള്ള കമ്പളം ഉണ്ടാകും. തോനെ കമ്പളം വന്നാൽ 10-15 കമ്പളം വന്നാൽ ഈ കമ്പളത്തുമ്മലെ കായൊക്കെ വളരെ ചെറുതായിക്കാരം. കമ്പളത്തുമ്മലെ കായ ഈ വലിപ്പേ വരുള്ളൂ. നേരിട്ടുള്ള മരത്തുമെന്ന് ഇതൊന്നും ഇപ്പൊ മൂത്തല്ല, വളരെ എളുപ്പമാണ്. വലിപ്പം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ നേരിട്ടുള്ള മരത്തിൻ്റെത് നല്ല ഇളയ വലിയ കായക്കാരം. കമ്പളത്തുമ്മ ഇപ്പൊ 10 കമ്പളം ഉണ്ടെങ്കിൽ ഇത്ര വലിപ്പത്തിലുള്ള കായ നമുക്ക് കിട്ടുക. വലിപ്പം കുറയും. അപ്പൊ തോനെ കമ്പളം പൊട്ടുന്നത് കൊണ്ടില്ല. അത്യാവശ്യം കമ്പളത്തുമ്പോ തന്നെ ഒരു 5-6 കമ്പളം ഉണ്ടാകാൻ പാടില്ല. മറ്റെല്ലാം കൂടി കാടായി കാണുമ്പോൾ പറിക്കലും വലിയ ബുദ്ധിമുട്ടായിട്ട് വരും. ഇതിന് വലിയൊരു തെരവൊന്നും കാണില്ല. ഇതിപ്പോ നമ്മൾ ഇങ്ങനെ തന്നെ പറിച്ചെടുത്തോളം അതേമാതിരി തന്നെ 200 കിലോ നമ്മൾ തരുമ്പോ ഒരു 2 കിലോ അല്ലെങ്കിൽ 3 കിലോ അത്ര തെരുവ് വരുന്നുണ്ട്. അതിപ്പോ നമ്മൾ നേരിട്ട് പറിച്ചുകൊണ്ടെന്ന് കൂട്ടിയ ഇതാണ് ഇപ്പൊ ഈ കാണുന്നത്. അപ്പൊ നമ്മൾ അസംകുട്ടിയൊക്കെ VAPCK കർഷക സമിതി തലപ്പാറയിലേക്കാണ് നമ്മളുടെ ഈ സാധനങ്ങൾ എല്ലാതും കൊണ്ടുപോകുന്നത്. നമ്മൾ കർഷകർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ എത്തിക്കുമ്പോൾ മാർക്കറ്റിലേക്ക് സാധനം ഉണ്ടാകുമ്പോൾ ഇതിപ്പോ കുറച്ചുണ്ടാവുള്ളൂ. ഇതൊരു ലേശം ഇപ്പൊ 100 കിലോ അല്ലേ ഒരു 3 കിലോ 2 കിലോ ഇത് പെട്ടാൽ തന്നെ ആ വെണ്ട സൈസില്ലാന്നാ പറയാം. ഇത് നമ്മളെ നേരിട്ട് ബാക്കിയുള്ള പണിയൊക്കെ പണിക്കാരെടുത്താലും ഈ തെരുവിന് നമ്മൾ തന്നെ ഇരുന്നിട്ട് ഇതൊന്നും തെരഞ്ഞു ഒഴിവാക്കിയാൽ നല്ല വൃത്തിണ്ടാവും. അപ്പൊ നമ്മളെ ഈ സാധനം ഇതങ്ങനെ കൊണ്ടുപോയി ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു കച്ചവടക്കാരനും ഒരു ഡാമേജ് ഇല്ല എന്നാൽ ഇതിനെ പറ്റി നമ്മൾ ഉടനെ പറ്റി പറയാം. കാരണം ഇത് നമ്മൾ പെറുക്കിയിട്ടുള്ളൂ, കുറച്ചേ പോരുള്ളൂ. എന്നാലും അത് ഇതിന്റെ എടുത്ത് ഒഴിവാക്കലോടുകൂടി ഇതാ കാണില്ല, ഈ ഐറ്റംസ് ഇങ്ങോട്ട് എടുത്ത് ഒഴിവാക്കിയാൽ നമ്മൾ ബാക്കി കയറ്റി പോണ സാധനം നല്ല വൃത്തിയിലാവും. കർഷകരും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിതുപോലെ 200 കിലോ ഒക്കെ വെണ്ട നമ്മൾ പൊട്ടിച്ച് ചാക്കിലാക്കി കൊണ്ടുപോകുമ്പോൾ ഒരു പക്ഷേ നമ്മളുടെ ആകെ 2 കിലോ മാത്രമേ ഇതുപോലത്തെ സെക്കൻഡ് അല്ലെങ്കിൽ ഇതിൽ വളഞ്ഞതോ തിരിഞ്ഞതോ ഒക്കെ ഉണ്ടാവുള്ളൂ. നമ്മളിത് മാറ്റാതെ വരുമ്പോൾ കച്ചവടക്കാർ പലപ്പോഴും നമ്മളോട് പറയുക അതിൽ ഏകദേശം ഒരു 5 കിലോ അല്ലെങ്കിൽ 6 കിലോ വരത്തോളം അതിൽ കേടുണ്ടായിരുന്നു എന്ന് പറയും. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നിൽക്കരുത്. കർഷകർ കൃത്യമായിട്ട് ആ ഒരു നല്ലതും അതില് ഇതിന് സെക്കൻഡ് ഉള്ളതും രണ്ടും രണ്ടാക്കിയിട്ട് തന്നെ മാർക്കറ്റിലേക്ക് എത്തിക്കാനായിട്ട് ഇതിന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയണം. ഇതെങ്ങനെയാണ് നമ്മൾ ഇതിന്റെ മണ്ണൊരുക്കൽ തുടങ്ങി എന്തൊക്കെ കാര്യങ്ങളാണ്?